സഹോദരങ്ങളെ, ഇന്ന് ഷഹീർ ഭായ്, അതായത് ഷഹീർ കല്ലിങ്കൽ, അദ്ദേഹത്തിൻ്റെ ഉമ്മ റഹ്മത്ത് മരണപ്പെട്ടിരുന്നേക്ക് 3 വർഷം ആവാറ്. ആ മരണപ്പെട്ട മാതാവിന് വേണ്ടി ഷഹീർ ഭായ് നൽകുന്ന അന്നദാനമാണ് ഇന്ന് അദ്ദേഹം നമ്മളോട് പറഞ്ഞത് 100 കുട്ടികൾക്ക് ബ്രെഡ് വിതരണം ചെയ്യണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ഓരോ വീടുകളിലും ചെന്ന് ആ വീടുകളിൽ എത്ര കുട്ടികളുണ്ടെന്ന് നോക്കി ആ കുട്ടികൾക്കനുസരിച്ചുള്ള കാർഡുകളാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും കിട്ടും എന്ന് ഉറപ്പ് വരുത്തുകയും വാങ്ങിയവർ തന്നെ വീണ്ടും വാങ്ങാതിരിക്കുകയും ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഓരോ വീടുകളിലും പോയി അവിടെ ഉള്ള കുട്ടികളുടെ എണ്ണത്തിനനുസരിച്ച് ടോക്കൺ കൊടുത്തുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഈ സൽക്കർമ്മം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. മുൻപ് നമ്മൾ കൊടുത്തപ്പോൾ വാങ്ങിയവർ തന്നെ വീണ്ടും വാങ്ങുന്നത് പോലെ തോന്നി. അപ്പോൾ നമുക്ക് ഇപ്പോഴും അതുപോലെ കാണാം. പക്ഷേ അത് ഏതെങ്കിലും വീട്ടിൽ വരാൻ പറ്റാത്തവർ, ഇപ്പോൾ ഈ വീട്ടിൽ കാലിന് സുഖമില്ലാത്ത ആളാണ്, അവർക്ക് വരാൻ പറ്റാത്തതായതുകൊണ്ട് അവരാരെങ്കിലുമൊക്കെ വിടും. അപ്പോൾ വന്ന കുട്ടികൾ തന്നെ വീണ്ടും വാങ്ങും. എന്നാലും ഇപ്പോൾ നമ്മൾ ടോക്കൺ കൊടുത്ത പ്രകാരം ആ വീട്ടിൽ അത്ര തന്നെ കിട്ടുള്ളൂ. ഇപ്പോൾ നമ്മൾ കൊടുത്ത ടോക്കൺ അനുസരിച്ച് തന്നെ കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എല്ലാ ആളുകൾക്കും കിട്ടാൻ വേണ്ടിയിട്ട് ഓരോ കോളനിയിലും പോയിട്ട് അവിടെയുള്ള ഓരോ വീടുകളിലും ഈ 2 ടോക്കണെങ്കിലും മിനിമം കൊടുത്തുകൊണ്ടാണ് നമ്മൾ ഈ സൽക്കർമ്മം നിർവഹിക്കുന്നത്. ഇനി ഇവിടുന്ന് നമ്മൾ പോകുമ്പോൾ അവരോട് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ പിന്നാലെ തന്നെ വരിക, നമുക്ക് അപ്പുറത്ത് ബ്രെഡ് വന്നിട്ടുണ്ട് 100 എണ്ണം, അപ്പോൾ അത് വന്ന് വാങ്ങിച്ചു കൊണ്ടുപോകാൻ ഇവരോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതുപോലുള്ള സൽക്കർമ്മങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് നിങ്ങളെപ്പോലുള്ള ആളുകൾ വീഡിയോ കാണുകയും അത് ഷെയർ ചെയ്യുകയും പിന്നീട് അത് മറ്റുള്ള ആളുകൾ കാണുകയും അപ്പോൾ അവർക്ക് വേണ്ടിയും ഇതുപോലെ ചെയ്യണം എന്ന ആഗ്രഹം തോന്നുകയും അങ്ങനെ ആഗ്രഹം തോന്നുന്നതനുസരിച്ച് നമ്മളെ അറിയിക്കുകയും ചെയ്യുമ്പോൾ വീണ്ടും കൂടുതൽ ആളുകൾക്ക് അന്നം നൽകാൻ സഹായിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന ഓരോ ഷെയറും, നിങ്ങൾ എഴുതുന്ന ഓരോ കമൻറ്റും ഓരോ കുട്ടികൾക്ക് ഭക്ഷണമായി മാറും എന്നുള്ളതാണ്. ചിലപ്പോൾ നിങ്ങൾ ഒരാൾ ചെയ്ത ഷെയർ വഴി കണ്ട ആളുകൾ ചിലപ്പോൾ 100 200 കുട്ടികൾക്ക് അന്നം നൽകാൻ ആരെങ്കിലും ഏൽപ്പിച്ചാൽ ഇതുപോലെ, ഇപ്പോൾ ഓരോ വീടുകളിലും കുട്ടികൾ ഇതുപോലെ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ അവർക്ക് ടോക്കൺ അനുസരിച്ച് നമ്മൾ ബ്രെഡ് കൊടുക്കുകയാണ്. അപ്പോൾ അവർക്കൊരു മടിയില്ല, കാരണം അവർ ടോക്കൺ കൊണ്ടുവരുന്നു, അതിനനുസരിച്ച് അവർക്ക് ബ്രെഡ് അവർക്ക് കിട്ടും. അപ്പോൾ ഒരു ദാനം കൊടുക്കുന്നത് പോലെ അവർക്ക് തോന്നുന്നില്ല. അവർ പൈസ കൊടുത്ത് വാങ്ങുന്നത് പോലെ അവർ ആ ടോക്കൺ കൊണ്ടുവന്ന് വരുന്നു, അവർക്ക് അവകാശപ്പെട്ട ബ്രെഡ് അവർ വാങ്ങിച്ച് പോകണം. അങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെ ഇതിന് മുൻപും നമ്മൾ ചെയ്തിട്ടുണ്ട്. മുൻപ് ഒരു 100 ബ്രെഡ് മറ്റൊരു സഹോദരന് വേണ്ടി നമ്മളത് ചെയ്തു. സ്ഥിരമായിട്ട് നമുക്കിങ്ങനെ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതിന് കാരണം നിങ്ങൾ ഓരോരുത്തരും ഷെയർ ചെയ്യുന്നതുകൊണ്ടും നിങ്ങൾ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് കൂട്ടുകാരോട് പറയുന്നത് കൊണ്ടും ആണ്. ഒരുപാട് ആളുകൾക്ക് അന്നം നൽകാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. ഇപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഏൽപ്പിച്ചിട്ടുള്ളത് അരി കൊടുക്കാനാണ്. ഓരോ വീടുകളിലും ഇതുപോലെ അരി കിട്ടാത്ത, ഭക്ഷണം കിട്ടാൻ വിഷമിക്കുന്ന പട്ടിണിയുള്ള വീടുകൾ തേടി പിടിച്ച് അവിടെ ടോക്കൺ കൊടുത്തിട്ട് അവർ ആ ടോക്കണും കൊണ്ട് വരുമ്പോൾ 5 കിലോ അരി നമുക്ക് അവർക്ക് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അതുപോലെ നമ്മൾ ഇനി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഇതിപ്പോൾ അഭയാർത്ഥി ക്യാമ്പാണ്. ഇവിടെ ഓരോ ക്യാമ്പുകളിലും വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുട്ടികളുണ്ട്, ആളുകളുമുണ്ട്, തീരെ പട്ടിണിയായി കിടക്കുന്ന വീടുകളുമുണ്ട്. അങ്ങനെയുള്ള വീടുകൾ തിരഞ്ഞു പിടിച്ച് അവർക്ക് ഒരു പാക്കറ്റ് ബ്രെഡെങ്കിലും എത്തിക്കാൻ സാധിക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. ഇവരുടെ ചരിത്രങ്ങളോ ഇവരുടെ കാര്യങ്ങളോ ഇവരെങ്ങനെ ഇവിടെ എത്തിപ്പെട്ടു എന്നോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഈ ദാനം ചെയ്യുന്ന ആളുകൾ അന്വേഷിക്കേണ്ട കാര്യമില്ല. കാരണം അവർക്ക് പട്ടിണിയുള്ളവരാണ്. അപ്പോൾ അവർക്കത് നമ്മൾ കൊടുക്കുന്നു, അവർക്കത് ഉപകാരപ്പെടുന്ന ഈ കുട്ടികൾക്ക്, ഏത് കുട്ടികളായാലും വിശന്ന് വലയുന്ന കുട്ടികൾക്ക് നമ്മളത് എത്തിക്കുമ്പോൾ അതിൻ്റെ ഒരു ഉപകാരം അവർക്ക് കിട്ടുകയാണല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു അന്നദാനത്തിൻ്റെ എല്ലാ ബർക്കത്തുകളും നമ്മുടെ ഷഹീർ ഭായിയുടെ ഉമ്മ റഹ്മത്ത് മാതാവിന് ലഭിക്കട്ടെ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനയോടുകൂടി നമ്മൾ ഈ സൽക്കർമ്മം ചെയ്യുന്നു. ഇതിനെന്തൊക്കെ പ്രതിഫലങ്ങൾ കിട്ടാനുണ്ട് അതൊക്കെ ആ മാതാവിന് അവർക്ക് പരലോകത്ത് ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്തുകൊണ്ട് നമ്മൾ ഈ സൽക്കർമ്മം നിർവഹിക്കുന്നു. ഷഹീർ കല്ലിങ്കൽ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അദ്ദേഹം ചെലവഴിച്ച ആ പണം അത് തീർച്ചയായിട്ടും അത് അർഹതപ്പെട്ട 100 കുട്ടികൾക്ക് ലഭിച്ചു എന്നുള്ള ആ ഒരു സന്തോഷം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞത്. അത് അല്ലാതെ അദ്ദേഹത്തിൻ്റെ ദാനത്തിൻ്റെ പ്രതിഫലം കളയാൻ വേണ്ടിയിട്ടല്ല. അതാരാണെന്ന് ഇപ്പോൾ നമുക്കൊന്നും അറിയില്ലല്ലോ. എന്തായാലും ഇതിനു വേണ്ടി
സഹായിച്ച അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും അദ്ദേഹത്തിൻ്റെ മക്കൾക്കും അതുപോലെ ഈ വീഡിയോ കാണുന്നവർക്കും ഷെയർ ചെയ്യുന്നവർക്കും ഇതിനു വേണ്ടി നല്ല നല്ല കമൻറ്റ് ചെയ്യുന്നവർക്കും അതുപോലെ ഇതുപോലെ ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റുള്ളവരോട് പ്രേരിപ്പിക്കുന്നവർക്കും മറ്റുള്ളവർക്ക് വീഡിയോ അയച്ചു കൊടുക്കുന്നവർക്കൊക്കെ ഈ ഒരു സൽക്കർമ്മത്തിൻ്റെ പ്രതിഫലം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്തുകൊണ്ട് നമ്മൾ ഈ സൽക്കർമ്മം നിർവഹിക്കുന്നു. ഇനിയും ഇതുപോലെ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ നമുക്ക് സാധിക്കും ഇൻഷാ അല്ലാഹ്. ഇതുപോലുള്ള സൽക്കർമ്മങ്ങൾക്ക് വേണ്ടി ആർക്കെങ്കിലും ഇങ്ങനെ ഉള്ള സഹായങ്ങൾ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ കാണുന്ന നമ്പർ 7025042888 ഈ നമ്പറിലേക്ക് ഒന്ന് വിളിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മാത്രം മതി. നിങ്ങൾക്കും ഇതുപോലെ ചെയ്തു കൊടുക്കാം. നിങ്ങൾ ലോകത്തിൽ ഏത് ഭാഗത്ത് എവിടെ ഇരുന്ന് ഇങ്ങനെ ഒരു സൽക്കർമ്മം ചെയ്യണം എന്ന് ആഗ്രഹിച്ചാൽ നിങ്ങൾക്കിപ്പോൾ അത് നിർവഹിക്കാനുള്ളൊരു അവസരം ഇവിടെ ലഭിക്കുകയാണ്. മറ്റുള്ളത് നമ്മൾ അഭയാർത്ഥികളെ നമ്മൾ കാണും, അവരുടെ ബുദ്ധിമുട്ടുകൾ കാണും, അവർക്ക് എന്തെങ്കിലും കൊടുക്കണമെന്ന് ആഗ്രഹിക്കും, ഇതെങ്ങനെ കൊണ്ട് കൊടുക്കണം എന്നറിയില്ല. അങ്ങനെയുള്ള വിഷമിക്കുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും ലോകത്തിൽ എവിടെ ഇരുന്നു കൊണ്ടും ഈ അഭയാർത്ഥി കുട്ടികൾക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്കെല്ലാവർക്കും ഇതുപോലുള്ള സഹായങ്ങൾ ചെയ്യാനുള്ള ആയുസ്സും ആരോഗ്യവും സമ്പത്തും സമാധാനവും സംതൃപ്തിയും സർവശക്തനായ നാഥൻ നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്കേവർക്കും ഈ ഒരു സൽക്കർമ്മത്തിൻ്റെ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഷഹീർ ഭായിക്കും അദ്ദേഹത്തിൻ്റെ മരണപ്പെട്ടു പോയ ഉമ്മയ്ക്ക് വേണ്ടി നമ്മൾ ഈ സൽക്കർമ്മം നിർവഹിക്കുകയാണ്. തുടർന്നും ഇതുപോലുള്ള ഒരുപാട് സൽക്കർമ്മങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാൻ മടിക്കരുത്. നമ്മളിവിടെ തന്നെ ഇപ്പോൾ ഉണ്ട്, കുറച്ച് നാൾ കൂടി ഉണ്ടാവും. അപ്പോൾ ഉള്ള സമയത്തോളം നമുക്കിത് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് വന്ന 1, 2, 3 പേരാണിത്. ആ വയസ്സായ ആളൊക്കെ വളരെ ബുദ്ധിമുട്ടുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു 5-6 ടോക്കൺ നമ്മൾ എടുത്തു വയ്ക്കും, ഇങ്ങനെ ആരെങ്കിലുമൊക്കെ വരുമ്പോൾ കൊടുക്കാൻ വേണ്ടിയിട്ട്. ഏറ്റവും ലാസ്റ്റത്തെ കുട്ടിയാണിത്. എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് ഹരിസ്രാ.